നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാന്റോസിന് ട്രാൻസ്ഫർ ബാൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഫിഫ. ഈ കാര്യം ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ESPN റിപ്പോർട്ട് ചെയ്തു, ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തു. സാന്റോസുമായി ബന്ധപ്പെട്ട് ജാവോ ബസോയുടെ ട്രാൻസ്ഫറിൽ കൊടുക്കേണ്ട ക്യാഷ് കൊടുത്തിട്ടില്ല എന്നതാണ് വിഷയമായി ഉയർന്നു വന്നിരിക്കുന്നത്. ESPN സ്പോർട്സ് സെൻറ്ററിൻ്റെ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. അതിൽ പറയുന്നത് സാന്റോസിന് മറ്റൊരു ട്രാൻസ്ഫർ ബാൻ കിട്ടിയിരിക്കുന്നു. ഈ പണിഷ്മെൻ്റ് ഇപ്പോൾ ഫിഫയുടെ വെബ്സൈറ്റിൽ കറൻ്റ്ലി എഫക്റ്റായി നിൽക്കുകയാണ്. അതിൻ്റെ കാരണം അറോക്ക എന്ന പോർച്ചുഗീസ് ക്ലബിന് കൊടുക്കേണ്ട തുക കൊടുത്തിട്ടില്ല. ഡിഫൻഡർ ജാവോ ബസോയെ സൈൻ ചെയ്തപ്പോൾ കൊടുക്കേണ്ട തുകയാണത്. അത് കൊടുത്തിട്ടില്ല. ഈ എമൗണ്ട് വരുന്നത് ഏതാണ്ട് 2.6 മില്യൺ യൂറോസാണ്. ബ്രസീലിയൻ റിയാസ് പറയുകയാണെങ്കിൽ 16 മില്യൺ. ഏതായാലും ഇത് ഈ പണം എപ്പോൾ കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ ബാൻ ലിഫ്റ്റ് ചെയ്യപ്പെടുക. നിലവിൽ സാന്റോസിന് ട്രാൻസ്ഫർ ബാനുണ്ട്. പുതിയ താരങ്ങളെ കൊണ്ടുവരാനോ രജിസ്റ്റർ ചെയ്യാനോ ഒന്നും കഴിയാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. ഈ ഇൻഫോർമേഷൻ ആദ്യം ഗ്ലോബോ എസ്പോർട്ട് റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ESPN FC അത് കൺഫേം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പോർട്സ് സെൻറ്റർ ഇത് അറിയിക്കുന്നത്. ഏതായാലും സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു സ്ഥിതിവിശേഷത്തിലൂടെയല്ല അവർ സാമ്പത്തികമായിട്ട് കടന്നു പോകുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ടീമിൻ്റെ സ്ഥിതി ഈ ട്രാൻസ്ഫർ ബാനിലൂടെ കൂടുതൽ വഷളാവുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പക്ഷേ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫറിൽ അവർ ഗാബിഗോളിനെ പോലെയുള്ള താരങ്ങളൊക്കെ എത്തിച്ചു. എന്നാലും പൗലിസ്റ്റായതുകൊണ്ടിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല. നെയ്മർ ജൂനിയർ വന്ന് വെലോ ക്ലബിനെ തകർത്തതിന് പിന്നാലെയാണ് അവർക്ക് അടുത്ത റൗണ്ടിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. സിരിയയിലും മികച്ച തുടക്കമല്ല. ഇനി അങ്ങോട്ട് നെയ്മറുടെ സാന്നിധ്യം കൊണ്ട് മുന്നേറാൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.